Hey guys, it's Nance and welcome back. So it's Monday. Today I have a casting. It's for a clothing brand, Samyak എന്ന് പറഞ്ഞിട്ട് 12:30 call. So I should get ready now. And castings ഒക്കെ it will take half an hour or 1 hour. അതിന് കൂടുതലൊന്നും എടുക്കില്ല. So let's get ready and go for that. For casting, I always wear a blue jeans and a white top or a black top because if they want to take an intro video or profiles, നമ്മൾ കുറച്ച് സിമ്പിളായിട്ട് ബേസിക്സിൽ വേണം പോവാൻ. This is the second time I am going to Samyak. First time I got rejected. Rejections are normal. അത് എല്ലാവർക്കും വരുന്നതാണ് because ആ ടൈമിൽ I was not very experienced and എൻ്റെ പോസിംഗ് ഒക്കെ ഭയങ്കര സ്ലോ ആയിരുന്നു. But now I've done shoots and എനിക്ക് എൻ്റെ കോൺഫിഡൻസ് കുറച്ചുകൂടെ കൂടി എന്നാണ് തോന്നുന്നത്. So once I reached there, അവരെനിക്കൊരു ലെഹങ്ക തന്നു. അതിട്ടിട്ട് കുറച്ച് പോസ് ചെയ്തു. ഐ ഹോപ്പ് ദേ ലൈക്ക് മീ ദിസ് ടൈം. കാരണം ഞാൻ ഇറങ്ങാൻ നേരത്ത് അവർ ഷൂട്ട് ഡേറ്റ്സ് പറയാം എന്നൊക്കെ പറഞ്ഞു. സോ യാ, I'll do some shoots. Back home. Good morning. Yesterday I was so lazy to shoot, so ഇന്നലെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. ആൻഡ് പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. ഫോണൊക്കെ നോക്കി ഇങ്ങനെ ജസ്റ്റ് വേസ്റ്റഡ് ദ ഹാഫ് ഡേ. ആൻഡ് ടുഡേ I have a e-com shoot. I don't know for which brand. നെക്സീസ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോയിലാണ് കോർമംഗലുള്ള. 9:30 കോൾ. ഐ തിങ്ക് ഇറ്റ്സ് 8:30 എന്തോ ആവാറായി തോന്നുന്നു. ഐ എം റെഡി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വിൽ ഗോ. ഇവിടുന്ന് ഒരു 40 minutes ഉണ്ട്. അയ്യോ സമയമില്ല. For today's shoot, I really don't know the brand name. എന്തോ ഒരു ബ്രാൻഡ് നെയിം പറഞ്ഞു, ബട്ട് ഐ ഡോണ്ട് റിമെമ്പർ. കറക്റ്റ് സമയം തന്നെ ഐ റീച്ച് ദെയർ ആൻഡ് കുറച്ച് നേരം പോസ്റ്റ് ആയിരുന്നു. ദെൻ ദ മേക്കപ്പ് ആർട്ടിസ്റ്റ് കെയിം. ദിസ് ഈസ് ദ സ്റ്റുഡിയോ ആൻഡ് ദ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഈസ് ജയദേവ്. ജയ് എന്ന് വിളിക്കും. ഹീസ് എ ബാംഗ്ലൂരിയൻ. ഈ സെറ്റിൽ കൂടുതൽ ഞാൻ സംസാരിച്ചത് ആളായിട്ടാണ്. മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം വി ഡിഡ് എ ടെസ്റ്റ് ഷൂട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഷൂട്ട് തുടങ്ങി. ആൻഡ് രാവിലെയൊക്കെ കാഷ്വൽസ് ആയിരുന്നു. എല്ലാം ടീഷർട്ട്സും കുറച്ച് ടോപ്സ് ഒക്കെ ആയിരുന്നു. ദെൻ ആഫ്റ്റർനൂൺ കുറച്ച് നേരം നമ്മുടെ വീട്ടിലൊക്കെ ഇടുന്ന നൈറ്റ് വെയേഴ്സ് അങ്ങനത്തെയൊക്കെ. ദെൻ എത്നിക് വെയർസ് സൽവാറൊക്കെ ചെയ്തു. ഇറ്റ്സ് നോട്ട് 10 or 20 ക്ലോത്ത്സ്. ഇക്കോം ഷൂട്ട് എന്ന് പറയുമ്പോൾ മൈ ടാർഗറ്റ് വാസ് 80 ടുഡേ ആൻഡ് ഐ കംപ്ലീറ്റഡ് ഇറ്റ്. 100 ഔട്ട്ഫിറ്റ്സ് വരെ നമ്മൾ ഒരു ദിവസം പോവാം. ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നവരെ ഇക്കോം ഷൂട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു ഹാഫ് ഡേ ഒക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ എനർജി ഡ്രെയിൻ ആയി തുടങ്ങും. ഈവൻ ഇഫ് യു ആർ ടയർഡ് വി ഹാവ് ടു സ്മൈൽ ആൻഡ് പോസ്. I'm feeling so sleepy, so tired. ബാക്കോ എവിടേക്കൊക്കെ വേദനിക്കുന്നു. ഹായ്. മൈൻഡില്ല. Hey guys, I've packed my bags. ഞാൻ നാട്ടിൽ പോവാണ്. അതായത് ഷൂട്ടൊന്നുമില്ല ഫോർ ഫ്യൂ ഡേയ്സ്. അപ്പോൾ അമ്മ ഇന്ന് പോവാണ്. അപ്പോൾ അമ്മേൻ്റെ കൂടെ ഞാനും കൂടെ അങ്ങ് പോവാൻ വിചാരിച്ചു. എന്തിനാ ഞാൻ വെറുതെ ഇവിടെ ഇങ്ങനെ ഇരിക്കണേ. ബസ് 8:30 ഇത്രയും നേരം വെറുതെ ഇരിക്കുകയായിരുന്നു. ആൻഡ് ഐ ഹാവ് എഡിറ്റഡ് വൺ വ്ളോഗ്. അത് മോസ്റ്റ്ലി ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുമെന്നാണ് വിചാരിക്കണേ. തംബ്നെയിൽ ഉണ്ടാക്കിയിട്ടില്ല, അതും കൂടെ കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യും. ഇനി ബാക്കി ദിവസങ്ങൾ വീട്ടിൽ. ഓണം കഴിഞ്ഞിട്ടേ ഇനിയുള്ളൂ. ആൻഡ് എൻ്റെ ഒരു കസിൻ്റെ കല്യാണം കൂടെ വരുന്നുണ്ട് 31st. സോ ഞാനതൊന്നും കൂടാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. ഷൂട്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചു, ബട്ട് ഷൂട്ടൊന്നുമില്ല. ഐ എം ഫ്രീ. സോ എനിക്കിവിടെ ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒന്നുമില്ലെങ്കിൽ.
അമ്മ പോവുകയാണല്ലോ എന്നുള്ളൊരു വിഷമം കൂടെ ഉണ്ടായിരുന്നു. ടിക്കറ്റൊക്കെ നോക്കിയപ്പോൾ ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനും കൂടെ ബുക്ക് ചെയ്തു. ഗൈസ്, എവറിത്തിങ് ഈസ് റെഡി. ഞങ്ങളിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങും. കാരണം ഫുഡ് കഴിച്ചിട്ടാണ് പോണത്. നമ്മൾ മടിവാളയെന്ന ബസ്. അപ്പോൾ അവിടെ തന്നെയുള്ള ഏരിയ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാൻ വിചാരിക്കണം. അപ്ലോഡ് ചെയ്യാൻ നോക്കുകയാണ്. യൂട്യൂബിന് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അപ്ലോഡ് ചെയ്യാൻ നേരത്തെ എന്തൊക്കെയോ ഫിൽറ്ററൊക്കെ വരിക, എനിക്കറിയില്ല. ഞാൻ സാധാരണ ഐപാഡിൽ നിന്ന് തന്നെയാണ് അപ്ലോഡ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ ഐപാഡിൽ നിന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു ഫിൽറ്റർ വരിക യൂട്യൂബിൽ നിന്ന്. അപ്പോൾ ഞാൻ ഈ ഫോണിലോട്ട് എയർ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാനൊക്കെ. See what is this? ഇതുണ്ടോ നിൽക്കുമ്പോൾ ഫിൽറ്റർ? ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു അമ്മ ഇങ്ങനെ പോയാൽ ഞാൻ ഒറ്റയ്ക്കാവില്ലേ. പക്ഷെ ഷൂട്ടില്ല. അപ്പം എനിക്ക് പോവാ, ഞാനും പോവാ. ഇനി ഓണം കഴിഞ്ഞിട്ടേ ഞാൻ ഇങ്ങോട്ട് വരുന്നുള്ളൂ. ബൈ ബൈ ബാംഗ്ലൂർ. Hey, I just got freshen up and ഇവിടെ ഭയങ്കര മഴയാണ്. റോഡൊക്കെ ഫുൾ ചളി പിളിയുന്നതാണ്. ആൻഡ് എഗെയിൻ ഐ വാസ് ട്രൈങ് ടു അപ്ലോഡ് ദാറ്റ് വീഡിയോ. ഇപ്പോഴും ആ വീഡിയോ വ്ളോഗ് ഞാൻ പ്രൈവറ്റായിട്ട് അപ്ലോഡ് ചെയ്തപ്പോഴും ദിസ് ഒരു യെല്ലോ ഷെയ്ഡ് വരിക മൊത്തത്തിൽ. എനിക്കറിയില്ല അതെന്താ ഇങ്ങനെയൊക്കെ വരണമെന്ന്. വാട്ട് ഈസ് റോങ് വിത്ത് യൂട്യൂബ്? ഇനിയിപ്പോൾ ഈ വ്ളോഗ് ഇങ്ങനെ മഞ്ഞ കളറിലായിരിക്കും കാണാം, എനിക്കറിയില്ല. മുടിയൊന്നും ചീക്കിട്ടേ ഇല്ല. തലഹായ് പറ ഇങ്ങനെ ഇത്രയും സുന്ദരയായ അമ്മമ്മേനെ എടുക്കാതെ പാടും. അതേ ആ മകളെ കണ്ടു കഴിഞ്ഞാല് അമ്മമ്മേന്റെ അമ്മയാന്ന് പറയും. ഞാൻ സുഖിച്ചു. അത് മതി എനിക്ക്. നമുക്ക് മുടിയൊക്കെ കഴിച്ചിട്ട് നല്ലുണ്ട്. അമ്മമ്മയ്ക്ക് എത്ര മുടിയുണ്ട്? അമ്മമ്മ മുടി വളർത്താനായിട്ട് പോകും. എന്റെ മുടി നോക്ക്, 4 വാല്. നല്ല മഴയാണ്. ബട്ട് ഐ ഹാവ് ടു ഗോ ടു ടൗൺ. അമ്മയ്ക്കും എനിക്കൊക്കെ കുറച്ച് ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാൻ കൊടുക്കാനുണ്ട്. എൻ്റെ നൈബറിൻ്റെയും അതുപോലെ എൻ്റെ സെക്കൻഡ് കസിനും ആയ അഞ്ജു ചേച്ചിയുടെ കല്യാണമാണ് 31st. അപ്പോൾ ഇപ്പോഴെങ്കിലും ഓൾട്ടർ ചെയ്യാൻ കൊടുത്താലേ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും പോകണം. പിന്നെ ഞാൻ സിൽവർ ഇയറിങ്സ് ഒക്കെ ഇടുന്നത്, പക്ഷെ വളയൊന്നുമില്ല. അപ്പോൾ വള എന്തെങ്കിലും നോക്കണമെന്നുണ്ട്. മഴയാണെങ്കിൽ നിൽക്കുന്നില്ല. ഞാൻ വന്നപ്പോൾ മുതലേ മഴയാണ്. ഐ വാസ് നോട്ട് പ്ലാൻ ഫോർ ദിസ് കല്യാണം. അതുകൊണ്ട് എൻ്റെ ഉള്ള ഞാൻ ആ ജയനഗറിൽ നിന്ന് വാങ്ങിയ ഒരു സൽവാറില്ല, അതന്നെ ഇടാനൊക്കെ പ്ലാൻ.
ഇറ്റ്സ് ദ നെക്സ്റ്റ് ഡേ ആൻഡ് ഇന്നലെ ആ മഴയത്ത് പുറത്തൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴേക്കും റെക്കോർഡ് ചെയ്യാനുള്ള മൂഡ് പോയി. ആൻഡ് ടുഡേ ഇറ്റ്സ് അഗെയിൻ എ നോർമൽ ഡേ. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. നല്ല ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ പെറ്റ്സ് അല്ല, പക്ഷെ 2 പൂച്ചകളുണ്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കറങ്ങി നടക്കണേ. അതിനെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി പേടിപ്പിച്ചൊക്കെ ഇരുന്നു. നോക്കി പേടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഐ റിയലി ഡോണ്ട് ലൈക്ക് കാറ്റ്സ്, ബട്ട് എനിക്ക് ഡോഗ്സിനെ ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ കണ്ണടക്കുക ഇങ്ങനെ ചാച്ചി ഉറങ്ങും. ചിന്നപ്പോൾക്ക് പല്ല് കാണിച്ചു കൊടുക്കും. പല്ല് ഈ കാണിച്ചു കൊടുക്കും. 14. എത്ര? അത് ഞങ്ങൾക്ക് പറയാറില്ല. ദിസ് ഇസ് വേദൂട്ടൻ ആൻഡ് കാർത്തു ചേച്ചി. കാർത്തു ചേച്ചി എൻ്റെ സെക്കൻഡ് കസിനാണ്. ഇവർ വന്നപ്പോൾ കുറച്ച് നേരം സമയമൊക്കെ പോയി അവൻ്റെ കൂടെ കളിച്ചൊക്കെ ഇരുന്നു. ആൻഡ് അമ്മ മേടി പൊക്കവട, പഴംപൊരി എന്നോൾ. അപ്പോൾ അതൊക്കെ കഴിച്ചു, ഇങ്ങനെ തിന്നിരിക്കന്നെ. ദെൻ വാട്ട് സ്റ്റാർട്ടഡ് എ ന്യൂ ബുക്ക്, ബാക്ക് ഇൻ ദ ബർബ്സ് എന്ന് പറഞ്ഞിട്ട്. ഇറ്റ്സ് ആക്ച്വലി ഗോയിങ് ഗുഡ്. അത്ര തന്നെ, ഒരു ദിവസം അങ്ങ് കഴിഞ്ഞു കിട്ടി. I am wearing that salwar. Yesterday I was so lazy. ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ജസ്റ്റ് സ്ക്രോളിങ്, പ്ലേയിങ് ഗെയിംസ്, അങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് എ വെരി നോർമൽ ഡേ. ആക്ച്വലി വേസ്റ്റഡ്. സോ എനിക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും തോന്നിയില്ല. ആൻറ്റി ചേച്ചി എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി മൈ അമ്മാസ് സെക്കൻഡ് കസിൻ ആൻഡ് ഷീസ് ഓൾസോ മൈ നെയ്ബർ. കല്യാണം ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു. അത് കഴിഞ്ഞു. അപ്പം നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ടേ പോകുന്നുള്ളൂ. 10 ആകുമ്പോഴേക്ക് എത്തണം. Now it's time, I think 8:30. I have to get ready now. റെഡിയൊക്കെ ആയി കഴിഞ്ഞിട്ട് I'll record ബാക്കി. എൻ്റെ അമ്മ ഞാൻ ചെറുതായിരുന്ന സമയത്തൊക്കെ ഭയങ്കര ഒരുങ്ങാൻ ഇഷ്ടമുള്ള ആളും അതുപോലെ ഒരുക്കാൻ ഇഷ്ടമുള്ള ആളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ലൈക്ക് എൻ്റെ അമ്മേൻ്റെ പ്രായത്തിലുള്ള വേറെ അമ്മമാരൊക്കെ ഇപ്പോഴും നന്നായി ഒരുങ്ങും. പക്ഷെ എൻ്റെ അമ്മ ഇപ്പം സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രമേ ഒരുങ്ങാൻ റെഡിയുള്ളൂ. ഇല്ലേ പിന്നെ ഞാനിങ്ങനെ നിർബന്ധിച്ച് ഞാൻ തന്നെ ഒരുക്കണം. ദിസ് ഇസ് മൈ അമ്മമ്മ. ആൻഡ് എനിക്ക് തോന്നുന്നു അമ്മമ്മയാണ് കുറച്ചും കൂടെ ഇപ്പം മോഡേൺ ആയിട്ട് നടക്കണേ. എനിക്കിങ്ങനെ എനിക്കിഷ്ടമുള്ള ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ഒരുക്കി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടപ്പിക്കാൻ ഇഷ്ടമാണ്. എൻ്റെ അമ്മമ്മേനെ ഞാനിപ്പോൾ ചുരിദാറൊക്കെ ഇടിപ്പിച്ച് നടത്തും. ഈവൻ വെൻ ഐ ബോട്ട് ദിസ് സൽവാർ, ഇപ്പം ഞാൻ ഇട്ടിരിക്കണേ, ഞാൻ അമ്മമ്മയ്ക്കും ജയനഗറിൽ നിന്ന് ഒരു സൽവാർ എടുത്തിരുന്നു. ഓക്കെ അണിഞ്ഞൊരുങ്ങി ഞങ്ങൾ 3 പേരും ഓഡിറ്റോറിയത്തിലെത്തി. ആൻഡ് നിതിമോൾ വന്നു. നിതിമോൾ ഈസ് മൈ മേമാസ് കുട്ടി, മൈ കസിൻ. പിന്നെ ഞാൻ എല്ലാവരെയും കൊണ്ട് ഹായ് ഒക്കെ പറയിപ്പിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് കല്യാണം വാസ് എ വെരി സിമ്പിൾ കല്യാണം. താലിക്കെട്ട് ഗുരുവായൂർ വെച്ച് കഴിഞ്ഞതുകൊണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നും പിന്നെ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നില്ല. ബാക്കി കല്യാണ പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടോ? വോയിസ് ഓവർ ചെയ്യാൻ വയ്യ. കല്യാണമൊക്കെ കഴിഞ്ഞു. ബാക്ക് ടു ഹോം. ഐ എം എൻഡിങ് ദിസ് വ്ലോഗ്. ഇനിയിപ്പോൾ ഒന്നുമില്ല. ലൈക്ക് ഐ എം റീഡിങ് ദാറ്റ് നോവൽ. ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. ആൻഡ് ദെൻ വാട്ട്, പിന്നെ കുറച്ച് ഫോണിലൊക്കെ തോണ്ടിയിരിക്കുമായിരിക്കും. അത് കഴിഞ്ഞ് ഈ ദിവസം കഴിഞ്ഞു. സോ ദാറ്റ്സ് ദ വീക്ക്. നോട്ട് പ്രൊഡക്റ്റീവ്, വെരി നോർമൽ. ബ്ലാ. 2 ദിവസം കഴിഞ്ഞാൽ സച്ച് വരും. ആൻഡ് ഓണം കഴിഞ്ഞിട്ട് 6th I'll go back to Bangalore. I'm planning some other contents for YouTube. നോക്കാം. It's just 4 months. അത് കഴിഞ്ഞാൽ ഈ വർഷം കഴിഞ്ഞു. 4 months. And I want to do something productive at least for the next 4 months. I've been very lazy. ഒന്നും പറയാനില്ല, വെറുതെ ഫോൺ നോക്കിയിരിക്കലാണ് ഇപ്പോൾ കുറച്ചായിട്ട്. വെറുതെ തിന്ന് ജീവിക്കത്തെന്ന് ഉറങ്ങിയിട്ടും. ഐ തിങ്ക് വ്ളോഗിങ് വിൽ ഹെൽപ്പ് മീ. ചെയ്യുന്നത് ഞാൻ വ്ളോഗും കൂടെ എടുക്കുമ്പോൾ എനിക്ക് യൂട്യൂബിലേക്കുള്ള കോണ്ടൻറ്റുമായി എന്ന ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഐ ഹോപ്പ് യു ലൈക്ക് മൈ വീക്ക് ഇൻ മൈ ലൈഫ് വ്ളോഗ്.
So if you like this vlog, do share this video with your friends and family and do subscribe. I know I have to bring you new content. ഞാൻ അവിടെ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ നല്ല ഡൗൺ ആയിട്ട് വരുന്നൊരു ടൈമാണിത്. നോ ഇമ്പ്രൂവ്മെൻറ്റ്, ഉള്ള ഓഡിയൻസ് അല്ലാണ്ട് പുതിയ ഓഡിയൻസിനൊന്നും കിട്ടുന്നില്ല. സോ എനിക്കും ഞാൻ കുറച്ചും കൂടെ നല്ല കോണ്ടൻറ്റും കുറച്ചുകൂടെ ആക്റ്റീവ് ആവണമെന്ന് തോന്നുന്നു ഈ പ്ലാറ്റ്ഫോമിൽ. I'll be coming with new vlogs, new shorts. Keep supporting me. Do subscribe and share. Okay, once again, thank you so much for watching and bye.